പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വചനമുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ കൃപയാണ് വിജാതീയർക്ക് വേണ്ടി എന്നെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കി, യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കി മാറ്റിയെന്ന് പൗലോസ് അപ്പോസ്തലൻ ഏറ്റുപറയുന്ന ഈ വചനം വായിച്ചിട്ട് വേണം ആ ഒരു നീതിരഹിതനായിട്ടുള്ള കാര്യസ്ഥനെ കർത്താവ് ശകാരിക്കുന്നതും അയാൾ പിന്നീട് തൻ്റെ സ്ഥാനം തിരികെ എടുക്കുന്നതുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഈ മനുഷ്യൻ പുറത്താക്കപ്പെടുന്നുണ്ട്. നീ വിശ്വസ്തനല്ല, നീ ഇനി പരാതി ലഭിച്ച യജമാനൻ അയാളെ വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക, മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ഒരാൾ പിന്നീട് ചെയ്യുന്നത് മുഴുവൻ ക്രിസ്തുവിനെ നിരക്കുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് മാറ്റം വരണത്. വലിയ കാരുണ്യമാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ കടമുണ്ടോ അയാളെയൊക്കെ വിളിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? 100 ബെത്ത എണ്ണ കൊടുക്കാനുള്ളവനോട് 50 ബെത്ത എണ്ണ എന്ന് തിരുത്തി എഴുതാൻ പറയും. 100 കോർ ഗോതമ്പ് എന്നുള്ളത് 80 കോറാക്കാൻ പറയും. എത്ര അളവാണ് കുറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിന്തയുണ്ടാവണം. ആ മനുഷ്യർക്ക് കാലാകാലങ്ങളോളം കൊടുത്തു വീട്ടേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ഇളച്ചു കൊടുക്കുന്നത്. ആ കരുണ കർത്താവിൻ്റെ അല്ലാതെ വേറെ ആരുടെ? ഇത്രയും നാള് അയാൾ പ്രവർത്തിച്ചിരുന്നത് കർത്താവിൻ്റെ മനസ്സിന് വിപരീതമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ കർത്താവിൻ്റെ മനസ്സിനനുസൃതമായിട്ടാണ്. കൗശലപൂർവം പ്രവർത്തിച്ചതുകൊണ്ട് ആ കാര്യസ്ഥനെ യജമാനൻ അഭിനന്ദിച്ചു എന്നാണ് പറയണേ. ഈ അഭിനന്ദനമാണ് പൗലോസ്ലീഹ പറയണത്, ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. കാരണം അപ്പസ്തോലൻ്റെ ജീവിതം കാണണം. നിറഞ്ഞ ജ്ഞാനം കൊടുത്ത് സ്വർഗം അനുഗ്രഹിച്ച ഒരാൾ അത് മുഴുവൻ ഉപയോഗിച്ചിരുന്നത് ഈശോയുടെ ഈ നാമത്തിൽ ജീവിക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. യേശുനാമത്തെ തുടച്ചു നീക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തൻ്റെ വിജ്ഞാനവും കഴിവും സമയവുമൊക്കെ പിന്നീട് പൗലോസ്ലീഹ ഒരു ദർശനത്തിന് ശേഷം കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ മനസ്സനുസരിച്ച് അയാളുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും മാറി തുടങ്ങുമ്പോൾ, അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് മുഴുവൻ ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ മാത്രമാണ്. വാക്കാലും പ്രവൃത്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. ഇങ്ങനെയാണ് സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ തുറന്നു തരുന്നത്. നിങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിങ്ങളിങ്ങനെ കർത്താവിനെ വേദനിപ്പിക്കുന്ന, അവിടുത്തെ തിരുഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, സ്വർഗത്തിൻ്റെ നീതിയെ വല്ലാതെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ സാധ്യതയുണ്ട്. ഇന്ന് തിരുത്തി എഴുതാൻ, കരുണയുടെ വഴികളിലൂടെ തിരികെ നടക്കാൻ, കർത്താവിൻ്റെ മനസ്സനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങാനായിട്ടുള്ളൊരു സമയമുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ നമ്മൾ വഴി വെളിപ്പെടുത്തപ്പെടാൻ നമ്മൾ കാരണക്കാരാവുകയും ഉപകരണങ്ങളാവാൻ നിന്നുകൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ഥാനം തിരികെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് വചനം പറയുമ്പോൾ എന്തൊരു വലിയ കരുണയാണ് കർത്താവ് നമ്മളോട് കാണിക്കുന്നതെന്നറിയണം. ലഭിച്ച മഹത്വത്തിനനുസരിച്ചൊന്നും അല്ലല്ലോ ഇത്രയും കാലം ജീവിച്ചത്. സുവിശേഷം അനുസരിച്ചോ കർത്താവിൻ്റെ വാക്കനുസരിച്ചോ അവൻ്റെ മനസ്സനുസരിച്ചോ ജീവിക്കാൻ പറ്റാതെ പോയൊരു ഭൂതകാലം നമ്മളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ അതിലിങ്ങനെ തളർന്നു നിന്ന് പോകാതെ പശ്ചാത്താപത്തോടും അവന് നിറയ്ക്കുന്ന പ്രവൃത്തികളോടും കൂടെ തിരികെ വരാനായിട്ട് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പത്രോസ്ലിഹയും യൂദാസ് കറിയോത്തയും നല്ല ഉദാഹരണങ്ങളാണ്.
സാധ്യതയുണ്ടായിരുന്നിടത്തേക്ക് മുഴുവൻ മനസ്സോടുകൂടെ തിരിച്ചു വരുന്ന പത്രോസ്ലിഹയെ പിന്നീട് നമ്മൾ കാണുന്നത് കർത്താവ് സ്ഥാപിച്ച കത്തോലിക്ക സഭയുടെ തലവൻ്റെ സ്ഥാനത്താണ്. അത് തിരിച്ചു വരാതെ, പശ്ചാത്തപിക്കുകയോ തിരുത്തുകയോ ചെയ്യാതെ, താൻ ചെയ്തു പോയ നീതിയില്ലാത്ത പ്രവൃത്തികളെ ഓർത്ത്, കർത്താവിൻ്റെതല്ലാത്ത വഴികളിലൂടെ നടന്നതിനെ ഓർത്ത് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു കളയുന്ന, ഒടുക്കിക്കളയുന്ന യൂദാസ്കറിയോത്തയുടെ സ്ഥാനത്ത് നിൽക്കാതെ സ്വർഗം തുറന്നിട്ട് തരുന്ന വഴികളിലൂടെ, സാധ്യതകളിലൂടെ ജീവിതമൊന്ന് കർത്താവിൻ്റേതാക്കി തീർക്കാൻ, കർത്താവിൻ്റെ മനസ്സിനനുസരിച്ചുള്ളതാക്കി തീർക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ക്രിസ്തുവിനെ അറിഞ്ഞ മനുഷ്യർ, ക്രിസ്തുവിൻ്റെ കരുണ അനുഭവിച്ച മനുഷ്യർ, പൗലോസ്ലീഹ പറയുന്ന കാര്യം അതാണ്. മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. എനിക്കിങ്ങനെ കർത്താവിൽ നിന്ന് കിട്ടിയ ദർശനം അനുസരിച്ചിട്ടാണ് പിന്നീട് ഞാൻ എൻ്റെ ഓരോ വാക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഓരോ കാൽച്ചുവടുകളും ഞാൻ വെച്ചുകൊണ്ടിരുന്നത് കർത്താവിനെ കണ്ട ദർശനത്തിൻ്റെ ഉറപ്പിന്മേലും ബോധ്യത്തിന്മേലുമായിരുന്നു. കർത്താവെ, അങ്ങയെ കണ്ട് അങ്ങയുടെ മനസ്സനുസരിച്ച് ജീവിച്ച് കഴിഞ്ഞകാല ജീവിതങ്ങളുടെ കുറവുകൾ നികത്തി മുന്നോട്ട് പോകാൻ, അങ്ങയുടെ ശരിക്കും വിശ്വസ്തനായ കാര്യസ്ഥരായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി ഒരിക്കലും പഴയ വഴികളിലേക്ക് തിരിച്ചു പോകാതെ അവിടുന്ന് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നടക്കാൻ ഈശോയെ ഞങ്ങൾക്ക് സഹായം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ, ഒരിക്കലും കർത്താവിനെ വിട്ടുപേക്ഷിച്ച് കളഞ്ഞവരെന്നുള്ള മുദ്ര ചാർത്തപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്ന വെളിപാട് പുസ്തകത്തിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത മനുഷ്യരുടെ ഇടയിൽപ്പെടാതെ അവിടുത്തെ മനസ്സനുസരിച്ച് ജീവിതം ക്രമീകരിച്ച പുതുവീഞ്ഞാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പുതുക്കപ്പെട്ട തോൽക്കുടങ്ങളായി മാറിയ മനുഷ്യരായി തീരാൻ കർത്താവെ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കിടക്കുന്നതിന് മുൻപ് കർത്താവിന് ഉറപ്പ് കൊടുത്തിട്ട് വേണം കിടക്കാൻ. കർത്താവെ, ഇത്രയും നാൾ നടന്ന ചെരുപ്പിട്ട് ഞങ്ങൾ ഇനി നടക്കില്ല. ഇത്രയും നാൾ നടന്ന വഴികളിലൂടെ ഞങ്ങളിനി മുന്നോട്ട് പോകില്ല. ഇത്രയും കാലം നിൻ്റെ മനസ്സനുസരിച്ചായിരുന്നില്ല, എൻ്റെ ചിന്തകൾ അനുസരിച്ചായിരുന്നു, എൻ്റെ കുടിലതന്ത്രങ്ങളും ശരിയല്ലാത്ത പദ്ധതികളും അനുസരിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് പോയത്. ഈ രാത്രിയോടുകൂടെ എല്ലാം മാറുന്നു തമ്പുരാനെ. നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഹൃദയത്തിനനുസരിച്ചായിരിക്കും, അവിടുത്തെ പദ്ധതികൾ അനുസരിച്ചായിരിക്കും ഇനി എൻ്റെ ജീവിതവും ഓരോ വാക്കും ഓരോ കാലടികളും എന്ന് കർത്താവിന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.